Hi guys, welcome back to my YouTube channel. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നോൺ ഗോണോകോക്കൽ യുറേത്രൈറ്റിസിനെ കുറിച്ചാണ്. ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഗോണോകോക്കൽ യുറേത്രൈറ്റിസിനെ കുറിച്ച്. അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ട് വരാം. ആൻഡ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നോൺ ഗോണോകോക്കൽ യുറേത്രൈറ്റിസിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത് ക്ലമീഡിയൽ ട്രാക്കോമാറ്റിസിനെ കുറിച്ചായിരിക്കും. ഷോർട്ട് അസ്റ്റ് അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു പാർട്ടാണ്. അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോവാം. NGU നോൺ ഗോണോകോക്കൽ യുറേത്രൈറ്റിസ് ഏജൻസ് ഏതൊക്കെ ഇതിൻ്റെ ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, ഫംഗൈ ഉണ്ട്, പാരസൈറ്റ്സ് ഉണ്ട്. ബാക്ടീരിയ തന്നെ ക്ലമീഡിയ ട്രാക്കോമാറ്റിസ് ആണ് മോസ്റ്റ് കോമൺ ഏജൻറ്റ് ഓഫ് NGU. ദെൻ യൂറോജെനിറ്റൽ മൈക്കോപ്ലാസ്മയിൽ യൂറിയ ലൈറ്റിക്കസ് ആൻഡ് മൈക്കോപ്ലാസ്മ ഹോമിനിസ് യൂറിയപ്ലാസ്മ യൂറിയോലൈറ്റിക്കം ആൻഡ് മൈക്കോപ്ലാസ്മ ഹോമിനിസ് ഇത് രണ്ടും സബ് സ്പീഷീസ്. ദെൻ വൈറസിൻ്റെ തന്നെ ഹെർപ്പസ് സിംപ്ലക്സ് വൈറസ് ആണ്. ഹെർപ്പസ് സിംപ്ലക്സ് വൈറസ് കോസ് ചെയ്യുന്ന എന്താ യുറേത്രൈറ്റിസ് ആയിട്ടായിരിക്കും മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഫംഗസിലാണെങ്കിൽ കാൻഡിഡ ആൽബിക്കൻസ് ഇത് മാനിഫെസ്റ്റ് ആവുന്നത് യുറേത്രൈറ്റിസ് ഓർ വാൽവോ വെജൈനൈറ്റിസ് ആയിരിക്കും. ഇൻഫ്ലമേഷൻ ഓഫ് യുറേത്ര ഓർ വാൽവ ആൻഡ് വെജൈന. ദെൻ പാരസൈറ്റിൻ്റെ ആണെങ്കിലോ ട്രൈക്കോമോണാസ് വെജൈനാലിസ് കോസസ് യുറേത്രൈറ്റിസ് ഓർ വാൽവോ വെജൈനാലിസ്. ഇതൊക്കെയാണ് നോൺ ഗോണോകോക്കൽ യുറേത്രൈറ്റിസ്. ഇതിൽ നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് ക്ലമീഡിയ ട്രാക്കോമാറ്റിസിനെ കുറിച്ചിട്ടാണ്. ക്ലമീഡിയ ട്രാക്കോമാറ്റിസ് ഈസ് ആൻ ഒബ്ലിഗേറ്റ് ഇൻട്രാസെല്ലുലർ ബാക്ടീരിയ. സോ ക്ലമീഡിയ ട്രാക്കോമാറ്റിസ് എന്നുള്ളത് എന്താണ്? ഒരു ഒബ്ലിഗേറ്റ് ഇൻട്രാസെല്ലുലർ ബാക്ടീരിയ ആണ്. കോസിങ് ട്രക്കോമ ഓർ ലിംഫോഗ്രാനുലോമ വെനീറം ഓർ LGV ആൻഡ് കൺജങ്ക്റ്റിവൈറ്റിസ് ന്യൂമോണിയ ആൻഡ് സിറ്റാക്കോസിസ്. ദീസ് ആർ ദി ഡിസീസസ്. ഇപ്പോൾ ക്ലമീഡിയനെ കുറിച്ചാണ് പഠിക്കുന്നത്. ക്ലമീഡിയ ട്രാക്കോമാറ്റിസ് എന്ന് പറയുമ്പോൾ കോസിസ് ട്രാക്കോമ. ഇവരൊരു ഒബ്ലിഗേറ്റ് ഇൻട്രാസെല്ലുലർ ഓർഗാനിസമാണ്. വേറെ ക്ലമീഡിയ സ്പീഷീസ് ഉണ്ട്. എന്തൊക്കെയാണ് അത് ഉണ്ടാക്കുന്നത്? ട്രക്കോമ ഉണ്ടാക്കാം, ലിംഫോഗ്രാനുലോമ വെനീറം ഓർ LGV, ദെൻ കൺജങ്ക്റ്റിവൈറ്റിസ് ന്യൂമോണിയ ആൻഡ് സിറ്റാക്കോസിസ്. ദെൻ ക്ലാസിഫിക്കേഷൻ ക്ലമീഡിയാസ് ഉണ്ട്, ക്ലമീഡോഫൈലിയ ഉണ്ട്. ക്ലമീഡിയ എന്ന് പറയുമ്പോഴത്തേക്കും C ട്രാക്കോമാറ്റിസും, ക്ലമീഡോഫീലിയ എന്ന് പറയുമ്പം C സിറ്റാക്കി ആൻഡ് C ന്യൂമോണിയ ഉണ്ട്. ദെൻ എന്താണ് ക്ലാസിഫിക്കേഷൻസ്? ലൈഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് അറ്റാച്ച്മെൻറ്റ് ആൻഡ് അപ്ടേക്ക് ഓഫ് ക്ലമീഡിയ എലിമെൻ്ററി ബോഡീസ് ഉണ്ട്. ഈ ക്ലമീഡിയ ഫസ്റ്റ് എലിമെൻ്ററി ബോഡീസ് ആയിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. അവിടെ അറ്റാച്ച്മെൻറ്റ് ആൻഡ് അപ്ടേക്ക് ഓഫ് ക്ലമീഡിയ നടക്കും. ഇതൊരു എക്സ്ട്രാ സെല്ലുലാർ ഇൻഫെക്റ്റീവ് ഫോമാണ് എലിമെൻ്ററി ബോഡീസ് എന്ന് പറയുന്നത്. ആൻഡ് എന്ത് ചെയ്യും? വൺസ് നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ഹോസ്റ്റ് ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് ട്രാൻസ്ഫോം ടു റെറ്റിക്കുലേറ്റ് ബോഡീസ്. റെറ്റിക്കുലേറ്റ് ബോഡീസ് എന്ന് പറയുമ്പോൾ ദേ ആർ ഹൈലി റിപ്ലിക്കേറ്റീവ് ഫോം ആണ്. കൂടാതെ ദേ ആർ മെറ്റബോളിക്കലി ആക്റ്റീവ് ഫോം എന്ന് പറയുമ്പോൾ ദേ ക്യാൻ സിന്തസൈസ് ന്യൂക്ലിക് ആസിഡ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻ എക്സെപ്റ്റ് ATP. ബാക്കി എല്ലാം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ബോഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് തന്നെ ATPക്ക് വേണ്ടിയിട്ട്. ആൻഡ് റെറ്റിക്കുലോസൈറ്റ് ബോഡി ഡിവൈഡ്സ് ബൈ ബൈനറി ഫിഷൻ ആൻഡ് formation of the inclusion bodies. റെറ്റിക്കുലേറ്റ് ബോഡി എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും ബൈനറി ഫിഷൻ ആയിട്ട്. ബൈനറി ഫിഷൻ വഴി ഈ റെറ്റിക്കുലേറ്റ് ബോഡി ഡിവൈഡ് ചെയ്തിട്ട് ഇൻക്ലൂഷൻ ബോഡീസ് ഉണ്ടാക്കും. ആ inclusion bodies either transform back to elementary body and releases elementary body, that is ഇത് infective form ആണല്ലോ, ഇത് releases the elementary bodies. അങ്ങനെ again ഇത് ഇൻഫെക്ഷൻ ഉണ്ടാക്കി സൈക്കിൾ കണ്ടിന്യൂ ചെയ്യാം. അതർവൈസ് ഇറ്റ് കോസസ് പെർസിസ്റ്റൻറ്റ് ഇൻഫെക്ഷൻ വിത്ത് എ ലാർജ് അബറൻറ്റ് റെറ്റിക്കുലേറ്റ് ബോഡി. സോ ഈ റെറ്റിക്കുലേറ്റ് ബോഡി തന്നെ വീണ്ടും ബോഡിയിൽ പെർസിസ്റ്റ് ചെയ്തിട്ട് അത് ഇൻഫെക്ഷൻ ഉണ്ടാക്കാം. അല്ലെങ്കിൽ എന്ത് പറ്റും? ദ ട്രാൻസ്ഫോം ബാക്ക് ടു എലിമെൻ്ററി ബോഡി ആൻഡ് കോസ് ഇൻഫെക്ഷസ് ഫോം. അത് മറ്റൊരാൾക്ക് ഇൻഫെക്ഷൻ പകർത്താം. അല്ലെങ്കിൽ എന്ത് പറ്റും? അതേ പേഴ്സൺ തന്നെ പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാകും. അതാണ് ഓക്കുലർ ആൻഡ് ക്രോണിക് ജെനൈറ്റൽ ഇൻഫെക്ഷൻസ് ആണ് ഇത് ഉണ്ടാക്കുന്നത്. ആൻഡ് ഫൈനലി എന്ത് പറ്റും? ഇത് റിലീസസ് എലിമെൻ്ററി ബോഡീസ് ആൻഡ് അഗൈൻ സൈക്കിൾ കണ്ടിന്യൂസ്. എനർജി പാരസൈറ്റ്സ് എന്നാണ് ഇവരെ വിളിക്കുന്നത്. കാരണം ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹോസ്റ്റ് ഫോർ ATPക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു മെറ്റബോളിക്കലി ആക്റ്റീവ് ആണെങ്കിലും കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, പ്രോട്ടീൻസ് ഒക്കെ ഉണ്ടാക്കാമെങ്കിലും ATP മാത്രം ഉണ്ടാക്കാൻ പറ്റില്ല. സോ ഹോസ്റ്റിൽ ഈ ക്ലമീഡിയ ട്രാക്കോമാറ്റിസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ATPക്ക് വേണ്ടിയിട്ടാണ്. ആൻറ്റിജനിക് സ്ട്രക്ചേഴ്സ് ജീനസ് ഓർ ഗ്രൂപ്പ് സ്പെസിഫിക് ആൻറ്റിജൻ ഉണ്ട്. ഇറ്റ് ഇസ് ലൈപ്പോപോളിസാക്കൈഡ് ആണ്. ഇറ്റ് ഇൻഡ്യൂസസ് TNF ആൽഫ ആൻഡ് അതർ ഇൻഫ്ലമേറ്ററി സൈറ്റോകൈൻസ്. രണ്ടാമത്തെ ആൻറ്റിജനിക് സ്ട്രക്ചർ സ്പീഷ്യസ് സ്പെസിഫിക് പ്രോട്ടീൻ ആൻറ്റിജൻസ് ആണ്. ഇത് എൻവലപ്ഡ് സർഫസിൽ കാണുന്നത്. സെറോവാഴ്സ് എന്ന് പറഞ്ഞാൽ സ്പീഷ്യസ് സ്പെസിഫിക് ആണ്. MOMP എൻക്ലോസ്ഡ് ബൈ OMPA ജീൻ.
ഈ MOMP എന്ന് പറഞ്ഞാൽ എന്താ? They are major outer membrane protein. അതാണ് MOMP, major outer membrane protein. It is encoded by the OMPA gene. അതർ ആൻറ്റിജൻസ് ഇതൊക്കെയാണ്, ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസ് ഉണ്ട്. അത് കൂടാതെ ഔട്ടർ മെമ്പറൈൻ കോംപ്ലക്സ് പ്രോട്ടീൻസും കാണും. Now types of chlamydia trachomatis. Types of chlamydia trachomatis, ബയോവാർസ് ഉണ്ട്. ബയോവാർസ് ആയിട്ടുണ്ട്, സീറോടൈപ്സ് ആയിട്ടുണ്ട്. ഇതാണ് 2 ടൈപ്പ് പറയുന്നത്. ബയോവാർസ് തന്നെ TRIC, ദാറ്റ് ഈസ് ട്രാക്കോമ ഇൻക്ലൂഷൻ കൺജങ്ക്റ്റിവൈറ്റിസ്. ട്രാക്കോമ ഇൻക്ലൂഷൻ കൺജങ്ക്റ്റിവൈറ്റിസും. LGV നമ്മൾ നേരത്തെ പറഞ്ഞാൽ എന്തത്? ലിംഫോഗ്രാനുലോമ വെനിയറും ഉണ്ടാക്കും. അതുകൂടാതെ ട്രാക്കോമ ഇൻക്ലൂസീവ് കൺജങ്ക്റ്റിവൈറ്റിസ് ഉണ്ടാക്കും. ഇത് ഐയിലാണ് അഫക്റ്റ് ചെയ്യുന്നത്, കൺജങ്ക്റ്റൈവയിലാണ് അഫക്റ്റ് ചെയ്യുന്നത്. ദെൻ സീറോടൈപ്സ് ഏതൊക്കെയാണ്? സീറോടൈപ്സ് പറയുമ്പോൾ ട്രാക്കോമ തന്നെ സീറോവാർസ് ഉണ്ട്. സീറോവാർ A, B, BA and C ആണ് ട്രാക്കോമയ്ക്ക് കാണുന്നത്. whereas സീറോവാർ D and K are associated with genital tract infection, infant pneumonia and inclusion കൺജങ്ക്റ്റിവൈറ്റിസിൽ ജെനൈറ്റൽ ട്രാക്ട് ഇൻഫെക്ഷനിൽ, അതേപോലെ ഇൻഫൻറ്റ് ന്യൂമോണിയയിലൊക്കെ കാണുന്ന സിറോവാർ എന്താ? DK ആണ്. ദെൻ സിറോവാർ L1 to L3 അസോസിയേറ്റഡ് വിത്ത് അൾസറേറ്റീവ് ജെനൈറ്റൽ ഡിസീസ് ആണെങ്കിൽ ഏതൊക്കെ സിറോവാർസാണ് കാണുന്നത്? L1 to L3. നോ ജെനൈറ്റൽ ഇൻഫെക്ഷൻസ് ഏതൊക്കെയാണ്? ജെനൈറ്റൽ ഇൻഫെക്ഷൻ മോസ്റ്റ് കോമൺ കോസ് ഇസ് നോൺ ഗോണോകോക്കൽ യുറേത്രൈറ്റിസിൻ്റെ മോസ്റ്റ് കോമൺ കോസ് നോൺ ഗോണോകോക്കൽ യുറേത്രൈറ്റിസ് ആണ് ക്ലമീഡിയ ട്രാക്കോമാറ്റിസിന്. ആൻഡ് ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് വരുന്നത് 7 to 10 days ആണ്. സിംറ്റംസ് കാണിക്കുന്നത് മ്യൂക്കോപൊറിൻ ഡിസ്ചാർജ് വിത്ത് ഡിസ്യൂറിയ, യുറേത്രൽ ഇറിറ്റേഷൻ എക്സെട്ര. PGU എന്ന് പറയുന്നത് പോസ്റ്റ് ഗോണോകോക്കൽ യുറേത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ അറിയാലോ, പോസ്റ്റ് എന്ന് പറയുമ്പോൾ ആഫ്റ്റർ റിക്കവറി ഓഫ് ഗോണോകോക്കൽ യുറേത്രൈറ്റിസിന് ശേഷം വരുന്നതാണ്. സോ ദേ ഡെവലപ്പ് ആഫ്റ്റർ റിക്കവറി ഫ്രം ഗോണോകോക്കൽ യുറേത്രൈറ്റിസ്. ദെൻ ഇതിൻ്റെ വേറെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ആണ് എപ്പിഡിഡൈമൈറ്റിസ് ആൻഡ് പ്രോസ്റ്റാറ്റൈറ്റിസ്. അതുപോലെ റിയാക്റ്റീവ് ആർത്രൈറ്റിസ് ഉണ്ടാക്കാം. റിയാക്റ്റീവ് ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, കൺജങ്ക്റ്റിവൈറ്റിസ് ഉണ്ട്, പിന്നെ ആർത്രൈറ്റിസ് ഉണ്ടാവും, യുറേത്രൈറ്റിസ് ഉണ്ടാവും, മ്യൂക്കോക്യൂട്ടീനിയസ് ലീഷൻസ് ഉണ്ടാക്കും. ഇറ്റ് അഫക്റ്റ് ഏതൊക്കെ? ഈ ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ ജോയിൻറ്റിലാണല്ലോ അഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഏതൊക്കെ ജോയിൻറ്റിലാണ് അഫക്റ്റ് ചെയ്യുന്നത്? നീ, ആങ്കിൾ, സ്മോൾ ജോയിൻറ്റ്സ് ഓഫ് ഫീറ്റ് ആൻഡ് സാക്രോ ഇലിയാക് ജോയിൻറ്റിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദേ ആർ most of this patient possess HLA-B27 halotypes. ഈ HLA-B27 നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷിഗല്ലയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ വേറെയും ബാക്ടീരിയയിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷിഗല്ലയിൽ ഇത് കൂടുതലായിട്ട് കാണും പേഷ്യൻറ്റിൽ. ആഫ്റ്റർ റിക്കവറി ഷിഗല്ലയിൽ ചില പേഷ്യൻസിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും HLA-B27. ഇതുകൊണ്ടാണ് റിയാക്റ്റീവ് ആർത്രൈറ്റിസ് ഉണ്ടാകുന്നത്. ദെൻ മെക്കാനിസം, ഇതിൻ്റെ മെക്കാനിസം, ഈ ജനറ്റിക് ഇൻഫെക്ഷൻസിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത് ഇമ്മ്യൂൺ മീഡിയേറ്റഡ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഓഫ് ടാർഗറ്റഡ് ജോയിൻറ്റിൽ ഉണ്ടാകുന്ന ഇമ്മ്യൂൺ മീഡിയേറ്റഡ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ആണ്. ആൻഡ് ഇൻ ഫീമെയിൽസിലാണെങ്കിൽ ഇറ്റ് പ്രൊഡ്യൂസസ് എ മ്യൂക്കോപുരുലൻ cervicitis and also it results in endometritis, salpingitis, PID, pelvic inflammatory disease, pelvic peritonitis, Fitz-Curtis syndrome എന്ന് പറയുന്നത്. വാട്ട് ഈസ് Fitz-Curtis syndrome എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരി ഹെപ്പാറ്റൈറ്റിസിനെ വിളിക്കുന്ന പേരാണ് ഫിറ്റ്സ്-ഹഗ്. ലാബ് ഡയഗ്നോസിസിൽ സ്പെസിമെൻ കളക്ട് ചെയ്യുന്ന ഏതൊക്കെയാണ്? യുറേത്രൽ സ്വാബ് കളക്ട് ചെയ്യും, അത് NGU ആണെങ്കിൽ, നോൺ ഗോണോകോക്കൽ യുറേത്രൈറ്റിസ് ആണെങ്കിൽ. എൻഡോ സർവൈക്കൽ സ്വാബ് കളക്ട് ചെയ്യുന്നുണ്ട് ഫോർ സെർവിസൈറ്റിസ്. ആൻഡ് ഓൾസോ യൂറിൻ സാമ്പിളും ഏർലി മോർണിംഗിലുള്ള യൂറിൻ സാമ്പിൾ കളക്ട് ചെയ്യും. കാരണം ഏർലി മോർണിംഗിലാണെങ്കിൽ കൂടുതൽ ഈ ബാക്ടീരിയയുടെ പ്രസൻസ് യൂറിനിൽ കാണും. ദെൻ കൺജങ്ക്റ്റൈവൽ സ്വാബ് കളക്ട് ചെയ്യും ഇൻ കേസ് ഓഫ് ട്രോക്കോമ കൺജങ്ക്റ്റിവൈറ്റിസ് ആണല്ലോ. ദെൻ ട്രോക്കോമ ആൻഡ് ഒഫ്താൽമിയ നിയോനെറ്റോറത്തിലാണെങ്കിലും കൺജങ്ക്റ്റൈവൽ സ്വാബാണ് കളക്ട് ചെയ്യുന്നത്. Then nasopharyngeal aspirate and respiratory secretions collect in case pneumonia, chlamydial pneumonia ആണ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ nasopharyngeal aspirate and respiratory secretions ആണ് കളക്ട് ചെയ്യുന്നത്. മൈക്രോസ്കോപ്പിൽ എന്തൊക്കെ കാണുന്നത്? അത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ, staining using gram stain, Lugol's iodine and other stains like castanate, then Gemen stain, etc. Direct immunofluorescence assay it detect inclusion bodies. Antigen detection it's a lipopolysaccharide antigen detect ചെയ്യുന്നത് by enzyme immunoassay. കൾച്ചർ എന്ന് പറയുമ്പോൾ നോർമൽ കൾച്ചറിൽ ഇത് വളരത്തില്ല. ഇറ്റ് റിക്വയർസ് എഗ് യോക്ക് സാക്ക്, മൈസ് ആൻഡ് സെൽ ലൈൻ. ഈ സെൽ ലൈൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് റിക്വയർസ് മക്കോയി ഓർ HELA
വേണം. ആർക്കൊക്കെയാണ്? ക്ലമീഡിയ ട്രാക്കോമാറ്റിസിന്. അതുപോലെ ക്ലമീഡിയ ന്യൂമോണിയ ആണെന്നുണ്ടെങ്കിൽ HEP2 ആണ് വേണ്ടത്, HEP2 മീഡിയം. ദെൻ NA18 ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റിൻ്റെ എക്സാമ്പിളാണ് PCR. ദേ ആർ ദി മോസ്റ്റ് സെൻസിറ്റീവ് ആൻഡ് സ്പെസിഫിക് മെത്തേഡാണ്. കറൻ്റ്ലി ഡയഗ്നോസ്റ്റിക് അസേ ഓഫ് ചോയ്സ് PCR ആണ്. വേരിയസ് അതർ മെത്തേഡ് PCR, RT-PCR, ഫിലിം അറേ, റെസ്പിറേറ്ററി പാനൽ എക്സെട്ര. ദെൻ സിറോളജി ആൻറ്റിബോഡി ഡിറ്റക്ഷന് വരുന്നത് CFT ഓർ എലൈസ എന്ത് ഡിറ്റക്ട് ചെയ്യും? ലൈപ്പോപോളിസാക്കറൈഡ് ആൻറ്റിജനെ ഡിറ്റക്ട് ചെയ്യും, അതാണ് യൂസ് ചെയ്യുന്നത്. ദെൻ മൈക്രോ ഇമ്മ്യൂണോഫ്ലൂറസെൻറ്റ് ടെസ്റ്റ് ഡിറ്റക്ട് ആൻറ്റിബോഡീസ് അഗെയിൻസ്റ്റ് സ്പീഷീസ് ആൻഡ് സെറോവർ സ്പീഷീസ് ലൈക്ക് മെംബ്രെയിൻ, ഔട്ടർ മെംബ്രെയിൻ പ്രോട്ടീൻ ആൻറ്റിജനെയൊക്കെയാണ് ഇവർ ഡിറ്റക്ട് ചെയ്യുന്നത്. മൈക്രോ ഇമ്മ്യൂണോഫ്ലൂറസെൻറ്റ് ടെസ്റ്റ്. നോ ട്രീറ്റ്മെൻറ്റ്. ഇഫ് അൺകോംപ്ലിക്കേറ്റഡ് ജെനൈറ്റൽ ഇൻഫെക്ഷൻസ് ആണെങ്കിൽ azithromycin is a drug of choice. Alternative are doxycycline, tetracycline, erythromycin or ofloxacin. And if complicated genital infection anengilo, drug of choice will be doxycycline or erythromycin. Prevention, periodic screening of the high risk group, treatment of both the sex partner, use of barrier method of contraception, abstain from the sex until 7 days after starting the treatment. Now this summarize it പറയാം. നോൺ ഗോണോകോക്കൽ യുറേത്രൈറ്റിസിൻ്റെ ഏജൻസി ഏതൊക്കെയാണ്? ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, ഫംഗൈ ഉണ്ട്, പാരസൈറ്റ്സ് ഉണ്ട്. ബാക്ടീരിയയിൽ തന്നെ ക്ലമീഡിയ ട്രാക്കോമാറ്റിസും യൂറോജെനൈറ്റൽ മൈക്കോപ്ലാസ്മയാണ് പറഞ്ഞത്. വൈറസിലാണെങ്കിൽ ഹെർപ്പസ് സിംപ്ലെക്സ് വൈറസ് ആണ്, ഇറ്റ് കോസസ് യുറേത്രൈറ്റിസ്. ഫംഗിലാണെങ്കിൽ കാൻഡിഡ ആൽബിക്കൻസ് കോസിങ് യുറേത്രൈറ്റിസ് ആൻഡ് വൾവോ വജൈനൈറ്റിസ്. പാരസൈറ്റ്സ് ആണെങ്കിലോ ട്രൈക്കോമോണാസ് വജൈനൈറ്റിസ് ആയിരിക്കും കോസിങ് യുറേത്രൈറ്റിസ് ആൻഡ് വൾവോ വജൈനൈറ്റിസ്. ക്ലമീഡിയ എന്ന് പറയുന്നത് ഒരു ഒബ്ലിഗേറ്റ് ഇൻട്രാസെല്ലുലർ ബാക്ടീരിയ ആണ്. കോസിങ് ക്ലമീഡിയ എന്തൊക്കെ കോസ് ചെയ്യുന്ന ഡിസീസ്? ട്രാക്കോമ, ലിംഫോഗ്രാനുലോമ വെനീറം, കൺജങ്ക്റ്റിവൈറ്റിസ് ന്യൂമോണിയ ആൻഡ് സിറ്റാക്കോസിസ്. ട്രാക്കോമ, ലിംഫോഗ്രാനുലോമ വെനീറം, കൺജങ്ക്റ്റിവൈറ്റിസ്, ന്യൂമോണിയ ആൻഡ് സിറ്റാക്കോസിസ്. 6 ഡിസീസാണ് ക്ലമീഡിയ സ്പീഷീസ് ഉണ്ടാക്കുന്നത്. ഇനി ക്ലാസിഫിക്കേഷൻസ് ആണെങ്കിലോ, ക്ലമീഡിയ ക്ലാസിഫൈഡ് ഇൻടു ക്ലമീഡിയ ആൻഡ് ക്ലമീഡോഫീലിയ. ക്ലമീഡിയ ആണ് ക്ലമീഡിയ ട്രാക്കോമാറ്റിസ് ആൻഡ് ക്ലമീഡോഫീലിയാസ് ആണ് C. സിറ്റാക്കിയെ ആൻഡ് C. ന്യൂമോണിയ. ലൈഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഫസ്റ്റ് അറ്റാച്ച്മെൻറ്റ് ആൻഡ് അപ്ടേക്ക് ഓഫ് ക്ലമീഡിയ എലമെൻ്ററി ബോഡിയാണ് ഇൻഫെക്റ്റീവ് ഫോം ആൻഡ് ദെയർ എക്സ്ട്രാ സെല്ലുലർ ഫോമാണ്. വൺസ് അവർ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്താവും? ട്രാൻസ്ഫോം ബാക്ക് ടു റെറ്റിക്കുലേറ്റ് ബോഡി എന്ന് പറയുന്നത് ഇൻട്രാ സെല്ലുലർ ഇൻഫെക്റ്റീവ് ഫോമാണ്, റെപ്ലിക്കേറ്റീവ് ഫോമാണ്. ഇവരാണ് മെറ്റബോളിക്കലി ആക്റ്റീവ് ഫോൺ, ലിപ്പിഡ്സും പ്രോട്ടീൻസും ഒക്കെ മെറ്റബോളൈസ് ചെയ്യും, ബട്ട് ATP പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഈ ട്രാൻസ്ഫോംഡ് റെറ്റിക്കുലേറ്റ് ബോഡീസ് ഉണ്ടല്ലോ, ദെൻ ദിസ് റെറ്റിക്കുലേറ്റ് ബോഡി അണ്ടർഗോ ബൈനറി ഫിഷൻ ആൻഡ് ഫോം ഇൻക്ലൂഷൻ ബോഡീസ്. ഈ ഇൻക്ലൂഷൻ ബോഡീസ് ചിലപ്പം പെർസിസ്റ്റ് ചെയ്യും. ബോഡി പെർസിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോസസ് ഇൻഫെക്ഷൻ ലൈക്ക് ഓക്കുലർ ആൻഡ് ക്രോണിക് ജെനൈറ്റൽ ഇൻഫെക്ഷൻ. പെർസിസ്റ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫോം ബാക്ക് ടു എലമെൻ്ററി ബോഡീസ് ആൻഡ് എഗൈൻ അത് ഇൻഫെക്ഷൻ, വേറൊരാൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കും. ഇതിനെ എനർജി പാരസൈറ്റ് എന്ന് വിളിക്കാൻ കാരണം എന്താ? ബിക്കോസ് ഇതിന് ATP സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഹോസ്റ്റ് ബോഡിയിൽ ATP യൂട്ടിലൈസ് ചെയ്യും. ആൻറ്റിജനിക് സ്ട്രക്ചേഴ്സ്, ജീനസ് ഓർ ഗ്രാസ് സ്പെസിഫിക് ആൻറ്റിജൻസ് ഉണ്ട്, ലൈപ്പോപോളിസാക്കറൈഡ് ഡിപ്പെൻഡൻ്റ് ആണ്. സ്പെസിഫിക് സ്പീഷീസ് പ്രോട്ടീൻ ആൻറ്റിജൻസ് ഉണ്ട്, ദെൻ സിറോവ സ്പെസിഫിക് ആൻറ്റിജൻസ് ഉണ്ട്, അതർ ആൻറ്റിജൻസ് ഉണ്ട്. ജീനസ് ഓർ ഗ്രാസ് സ്പെസിഫിക് ആൻറ്റിജൻ എന്ന് പറയുമ്പോൾ യൂസിങ് ലൈപ്പോപോളിസാക്കറൈഡ് ആണ്. ഇത് ഇൻഡ്യൂസസ് TNF ആൽഫ ആൻഡ് അതർ ഇൻഫ്ലമേറ്ററി സൈറ്റോകൈൻസ്. സ്പെസിഫിക് സ്പീഷീസ് സ്പെസിഫിക് പ്രോട്ടീൻ ആൻറ്റിജൻ എന്ന് പറയുമ്പോൾ ദേ ആർ പ്രസന്റ് ഓൺ ദി എൻവലപ്പ് സർഫസ്. സിറോവ സ്പെസിഫിക് ആൻറ്റിജൻ എവിടെ കാണുന്നത്? മെംബ്രെയിൻ, ഔട്ടർ മെംബ്രെയിൻ പ്രോട്ടീൻ എൻകോഡഡ് ബൈ ദി OMPA gene. അതർ ആൻറ്റിജൻസ് ആണ് ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസ്. ടൈപ്പിംഗ് ഓഫ് ക്ലമീഡിയ ട്രാക്കോമാറ്റിസ്. ഫസ്റ്റ് ബയോവാൾസ് ആണ് TRIC, that is trachomatis and LGV എന്ന് പറയുമ്പോൾ അറിയാലോ, നേരത്തെ പറഞ്ഞത് എന്താണ് LGV എന്താണ് TRIC. സിറോടൈപ്പ് ഏതൊക്കെയാണ്? ട്രാക്കോമാറ്റിസിൻ്റെ ആണെങ്കിൽ ട്രാക്കോമയിലാണെന്നുണ്ടെങ്കിൽ സിറോവേഴ്സ് ആണ് A, B, BA and C, ആൻഡ് സിറോവ D and K associated with genital tract infections, infant pneumonia, inclusion conjunctivitis etc. Then സിറോവേഴ്സ് ആണെങ്കിൽ L1 to L3 ആണ്, causing associated with ulcerative genital disease. Genital infections എന്ന് പറയുമ്പോഴത്തേക്കും മോസ്റ്റ് കോമൺ നോൺ ഗോണോകോക്കൽ യുറേത്രൈറ്റിസ് ആണ് ക്ലമീഡിയ ട്രാക്കോമാറ്റിസ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് വരുന്നത് 7 to 10 days ആണ്. സിംറ്റംസ് മ്യൂക്കോപോറൽ ആൻഡ് ഡിസ്ചാർജ് ഉണ്ടാക്കും, ഡിസ്യൂരിയ, യുറേത്രൽ ഇറിറ്റേഷൻസ് എക്സെട്ര. ദെൻ
പോസ്റ്റ് ഗൊണോക്കോക്കൽ യുറേത്രിയ പീരിയഡ്സിനുണ്ട് പോസ്റ്റ് ഗൊണോക്കോക്കൽ യുറേത്രൈറ്റിസിന് ശേഷം ഗൊണോക്കോക്കൽ യുറേത്രൈറ്റിസിന് ശേഷം വരുന്ന റിക്കവറിക്ക് ശേഷം ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും ഈ ക്ലമീഡിയ ട്രക്കോമാറ്റിസ് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ എപ്പിഡെർമൈറ്റിസ് ആയിട്ട് വരാം ആൻഡ് പ്രോസ്റ്റാറ്റൈറ്റിസ് റിയാക്റ്റീവ് ആർത്രൈറ്റിസ് ഉണ്ടാകും. കാരണം എന്താ? ബിക്കോസ് ഓഫ് ദിസ് ദേ പോസസ് HLA-D27 ഹാലോഫൈൽസ് ലൈക്ക് ദാറ്റ് ഓഫ് ഷിഗല്ല. അതുകൊണ്ട് റിയാക്റ്റീവ് ആർത്രൈറ്റിസ് ഉണ്ടാക്കും. ദേ മാനിഫെസ്റ്റഡ് ആസ് കൺജങ്ക്റ്റിവൈറ്റിസ്, ആർത്രൈറ്റിസ്, യുറേത്രൈറ്റിസ്, മ്യൂക്കോപുർലൻ ലീഷൻ. ദേ അഫക്ട് നീ, ankle, small joints, feet ആൻഡ് സാക്രോഇലിയാക് ജോയിൻസ്. ഇതാണ് ആർത്രൈറ്റിസിൻ്റെ മെയിനായിട്ട് പറയുന്നത്. ഇവരുടെ മെക്കാനിസം വരുന്നത് ഇമ്മ്യൂൺ മീഡിയേറ്റഡ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ആണ്. ഇൻ ഫീമെയിൽസിനാണെങ്കിൽ പ്രൊഡ്യൂസസ് മ്യൂക്കോപുർലൻ സെർവിസൈറ്റിസ് ആൻഡ് ഇറ്റ് ക്യാൻ ഈവൻ ഫോളോഡ് അപ്പ് ബൈ എൻഡോമെട്രൈറ്റിസ്, സാൽപിഞ്ചൈറ്റിസ്, PID, pelvic inflammatory disease, pelvic peritonitis, Fitz Hugh Curtis syndromitis, perihepatic disease. ലാബ് ഡയഗ്നോസിസിനകത്ത് ആദ്യം സ്പെസിമെൻ കളക്റ്റഡ് വേരിയസ് ഓരോ ഡിസീസിനും ഓരോ സ്പെസിമെൻ, ഓരോ മാനിഫെസ്റ്റേഷൻസിനും ഓരോ സ്പെസിമെൻസാണ് കളക്ട് ചെയ്യുന്നത്. അതിനകത്ത് യുറേത്രൽ സ്വാബ് കളക്ട് ചെയ്യുന്നത് നോൺ ഗൊണോകോക്കൽ യുറേത്രൈറ്റിസിനാണ്. സർവീസൈറ്റിസ് ആണെങ്കിൽ ഏർലി മോർണിംഗ് യൂറിൻ സാമ്പിൾ കളക്ട് ചെയ്യും, അല്ലെങ്കിൽ എൻഡോമെട്രിയൽ സ്വാബ് കളക്ട് ചെയ്യും. കൺജങ്ക്റ്റൈവൽ സ്വാബ് കളക്ട് ചെയ്യുന്ന ട്രൗക്കോംബോ ഓഫ്താൽമിയ. നേസോഫാരിഞ്ചൽ ആസ്പിറേറ്റഡ് ആൻഡ് റെസ്പിറേറ്ററി സെക്രീഷൻസ് കളക്ട് ചെയ്യുന്നത് ന്യൂമോണിയയിലാണ്. ദെൻ മൈക്രോസ്കോപ്പി ആണെങ്കിലോ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ്. ഇവർ സ്റ്റെയിനിങ് യൂസ് ചെയ്യുന്നത് ഗ്രാം നെഗറ്റീവ് സ്റ്റെയിൻ യൂസ് ചെയ്യാം, ഗ്രാം സ്റ്റെയിനിങ് യൂസ് ചെയ്യാം. ദെൻ ലുഗോൾസ്, അയഡിൻ, അതർ സ്റ്റെയിനിങ്സ് ലൈക്ക് കാസ്റ്റനെഡ, ദെൻ ജിമിൻസ് സ്റ്റെയിൻ എക്സെട്ര. ദെൻ ഡയറക്റ്റ് ഇമ്മ്യൂണോഫ്ലൂറസെൻസിൽ ഡിറ്റക്ട് ഇൻക്ലൂഷൻ ബോഡീസിനെയാണ്. ആൻറ്റിജൻ ഡിറ്റക്ഷൻ വരുന്നത് ലൈപ്പോളിസാക്കൈഡ് ആൻറ്റിജൻ യൂസ് ചെയ്തിട്ടാണ്, യൂസിങ് ബൈ ദി എൻസൈം ഇമ്മ്യൂണോ അസേ. കൾച്ചർ നോർമൽ കൾച്ചർ മീഡിയം പറ്റില്ല, സോ ദേ റിക്വസ്റ്റ് എഗ് യോക്ക് സാക്ക്, മൈസ് ആൻഡ് സെൽ ലൈൻസ്. ഇനി സെൽ ലൈൻസ് എന്ന് പറയുമ്പോൾ തന്നെ മക്, കോയ് ആൻഡ് ഹെല്ല വേണ്ടി വരും. എന്തിന്? ട്രോക്കോമാറ്റിസിന്. വേറെ HEP2 മതി ന്യൂമോണിയയ്ക്ക്. ദെൻ NAAT, ദാറ്റ് ഇസ് ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്. എക്സാമ്പിൾ PCR ആണ് വരുന്നത്. PCR is most sensitive and specific test currently diagnostic assay of choice. Various other methods in PCR, RT-PCR, array respiratory panel. Then serologyയിലെ ആൻറ്റിബോഡി ഡിറ്റക്ഷൻ വരുന്നത് CFT or ELISA ബൈ ലൈപ്പോളിസാക്കൈഡ് ആൻറ്റിജൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ദെൻ മൈക്രോ ഇമ്മ്യൂണോഫ്ലൂറസെൻ ടെസ്റ്റ് ഡിറ്റക്ടിങ് ആൻറ്റിബോഡി അഗെയിൻസ്റ്റ് സ്പീഷീസ് ഓർ സിറോവ സ്പീഷീസ് MOMP ആൻറ്റിജനെ ഡിറ്റക്ട് ചെയ്യും. ദെൻ ട്രീറ്റ്മെൻറ്റ് വരുന്നത് അൺകോംപ്ലിക്കേറ്റഡ് ജെനൈറ്റൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ അസിത്രോമൈസിൻ ഇസ് എ ഡ്രഗ് ഓഫ് ചോയ്സ്. ഓൾട്ടർനേറ്റീവായിട്ട് ഡോക്സിസൈക്ലിൻ ആൻഡ് ടെട്രാസൈക്ലിൻ, ഡെത്രോമൈസിൻ ഓർ ഓഫ്ലാസാക്സിനോൾ. കോംപ്ലിക്കേറ്റഡ് ജെനൈറ്റൽ ഇൻഫെക്ഷൻസ് ആണെങ്കിൽ ഡോക്സിസൈക്ലിൻ ആൻഡ് ഡെത്രോമൈസിൻ ഇസ് എ ഡ്രഗ് ഓഫ് ചോയ്സ്. ദിസ് ഇസ് അബൌട്ട് നോൺ ഗൊണോകോക്കൽ യുറേത്രൈറ്റിസ്. If you like the video, please do like, share and subscribe. Thank you.